നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. സി.ജെ. റോയി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സ്വയം വെടിവെച്ച് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന് വെടിയേറ്റ തോക്കിനെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നത് എപ്പോഴും സി.ജെ. റോയ് കയ്യിലൊരു കറുത്ത ബ്രീഫ് കേസ് കരുതിയിരുന്നു എന്നാണ്. ഈ ബ്രീഫ് കേസിനുള്ള അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്രീഫ് കേസ് ഇല്ലാതെ ഒരിക്കലും അദ്ദേഹം പുറത്തിറങ്ങുകയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, എവിടെയെങ്കിലും വെച്ച് ഈ ബ്രീഫ് കേസ് മറന്നുകഴിഞ്ഞാൽ അടിയന്തരമായി തൻ്റെ ബോഡി ഗാർഡുകളെ വിട്ട് ഇത് എടുപ്പിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. ആദായനികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം സി.ജെ. റോയുടെ ഓഫീസിൽ നടന്നത് റെയ്ഡ് ആയിരുന്നില്ല, പതിവ് പരിശോധന മാത്രമായിരുന്നു എന്നാണ്. മാത്രമല്ല, അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സി.ജെ. റോയിയോ ഓഫീസ് ജീവനക്കാരെയോ ഒന്നും തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള കർശനമായ നിലപാടൊന്നും തന്നെ സ്വീകരിച്ചതായും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഉയർന്നൊരു ചോദ്യം, സി.ജെ. റോയ് ഓഫീസിലെത്തിയത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നോ എന്നുള്ളതാണ്. മരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഓഫീസിൽ വന്നത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ള കാര്യമാണ് ഇനിയും അന്വേഷിക്കേണ്ടത്. സി.ജെ. റോയ് ഇൻകം ടാക്സ് റെയ്ഡിൽ അസ്വസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ ഒരു ആത്മഹത്യ ചെയ്യുക, അതും ഒരു സഹസ്രകോടികളുടെ ആസ്തിയുള്ള ഒരു വലിയ ശതകോടീശ്വരനായ വ്യക്തി ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുടെ വീടുകളിൽ, സിനിമാ നിർമ്മാതാക്കളുടെ, സിനിമാ നടന്മാരുടെയൊക്കെ തന്നെ വീടുകളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അവർക്കെല്ലാം വലിയ തുക പിഴ അടിച്ചു നൽകുകയും ഈ പിഴ നൽകി അവർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയാണ് സാധാരണ ചെയ്തിട്ടുള്ളത്. പക്ഷേ സി.ജെ. റോയിയുടെ കാര്യത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയത് എന്നുള്ള സ്വാഭാവികമായ സംശയം വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചൊരു കത്തയച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഒരു സംരംഭകൻ വെടിയേറ്റ് മരിച്ച സംഭവം ഞെട്ടിക്കുന്നതാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത്. ഏതായാലും കർണാടകത്തിലെ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുക തന്നെയാണ്. ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സി.ജെ. റോയിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വിദേശത്തായിരുന്നു. ഒരു വിദേശ രാജ്യത്തായിരുന്ന സഹോദരൻ അദ്ദേഹം ഫോൺ ചെയ്ത് വരാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ഓഫീസിൽ ഇൻകം ടാക്സ് പരിശോധനയ്ക്ക് തനിക്ക് അമ്മയുമായി സംസാരിക്കണമെന്നും സ്വസ്ഥത വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ക്യാബിനിലേക്ക് പോയത് എന്നാണ് സഹപ്രവർത്തകർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. പിന്നീട് അദ്ദേഹം മുറിയകത്തുനിന്ന് കുറ്റിയിട്ടതിന് ശേഷം വെടിവെച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഓഫീസിൽ റെയ്ഡെത്തുമ്പോൾ ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വന്തം മുറിക്കുള്ളിൽ കയറി കതക് കുറ്റിയിട്ടിരിക്കാൻ കഴിയുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഇവിടെ ഉയരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ്. സി.ജെ. റോയ് എത്തിയത് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കാം. അതിന് അദ്ദേഹം ഉപയോഗിച്ചത്, അദ്ദേഹം സ്ഥിരമായി ഈ കറുത്ത ബ്രീഫ് കേസിൽ കൊണ്ട് കിടക്കുന്ന പിസ്റ്റൾ തന്നെയാണോ, മറ്റേതെങ്കിലും പിസ്റ്റളാണോ, തോക്കാണോ എന്നുള്ള കാര്യമൊന്നും ഇനി നമുക്ക് വ്യക്തമായിട്ടില്ല. സി.ജെ. റോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിവിധ രാജ്യങ്ങളിലായി ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ വിശാലമായ വ്യവസായ സാമ്രാജ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിഷയങ്ങളുണ്ടാകാം, റിയൽ എസ്റ്റേറ്റ് രംഗത്തെ കുടിപ്പുകളുണ്ടാകാം. കർണാടക സംസ്ഥാനത്ത് അവിടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ വിവിധ സംഘങ്ങൾ തമ്മിൽ, അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ തമ്മിലൊക്കെ തന്നെ പലപ്പോഴും തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ സി.ജെ. റോയ്ക്ക് തിരിച്ചടിയേറ്റിരുന്നു, അതോ അദ്ദേഹത്തിന് ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസൽ ജനറലായി പ്രവർത്തിച്ചിരുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ, സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതായത് സർക്കാരിന് മുന്നിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏതായാലും വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു വ്യക്തിയുടെ ഓഫീസർ റെയ്ഡ് ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തനിക്ക് മാനഹാനി ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ല എന്ന് സി.ജെ. റോയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹം എത്രയോ വർഷങ്ങളായി ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, കോടിക്കണക്കിന് രൂപ നികുതി നൽകുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ആദായനികുതി ഉദ്യോഗസ്ഥന്മാരെ പേടിച്ച് മുറിക്കകത്ത് കയറി വെടിവെക്കും എന്ന് നമുക്കൊരിക്കലും കരുതാനും കഴിയുകയില്ല. അപ്പോൾ മറ്റെന്തോ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായി സംശയിക്കപ്പെടുന്നത്. ഏതായാലും കേന്ദ്ര ഏജൻസികളും ഇക്കാര്യം അന്വേഷിക്കുമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വ്യവസായ ബന്ധങ്ങൾ, അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അതുപോലെ കഴിഞ്ഞ നവംബറിൽ അവിടെ നടത്തിയ ഒരു വലിയ പാർട്ടി, ഇതുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ആദായനികുതി വകുപ്പ് അല്ലെങ്കിൽ ED ഒക്കെ തന്നെ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുക. സി.ജെ. റോയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ള ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കാം. കാരണം അദ്ദേഹം ലോൺ എടുത്തൊന്നും ചെയ്യുന്ന ഒരാളല്ല. എല്ലാം സ്വന്തം കയ്യിൽ നിന്നുള്ള പണം മുടക്കിയാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. അദ്ദേഹം ദുബായ് എയർ ഷോയ്ക്ക് പോയിട്ട് 11 വിമാനങ്ങൾ ബുക്ക് ചെയ്ത ആളാണ്. ആ വിമാനങ്ങളൊന്നും പിന്നീട് വാങ്ങിയില്ല എന്നുള്ള മറ്റൊരു കാര്യം. ഇത്രയധികം ആഡംബര കാറുകൾ, വിദേശത്തും നാട്ടിലുമൊക്കെയായി ആയിരക്കണക്കിന് കോടിയുടെ ആസ്തി, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ നേരത്തെ ആദായനികുതി വകുപ്പിനും ED ക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് സംബന്ധിച്ച അന്വേഷണം അവർ നടത്തിയിരിക്കാം.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സുപ്രധാനമായ ഒരു ചോദ്യം ചെയ്യലിനോ മറ്റോ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇനി വ്യക്തമല്ല. കാരണം ഈ ഓഫീസിലെത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവിടുത്തെ ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ അതല്ലെങ്കിൽ സി.ജെ. റോയിയോ അവിടുത്തെ ജീവനക്കാരെ ഒന്നും തന്നെ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്ത യാതൊരു രേഖകളും ഇനിയും ലഭിച്ചിട്ടുമില്ല. അവരവരുടെ സാധാരണഗതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെ എത്തി പരിശോധന നടത്തിയത് മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി.ജെ. റോയ് അന്ന് ഓഫീസിലെത്തിയത് മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതീവ സുരക്ഷയുള്ള മുറിയാണ് അവിടെ സി.ജെ. റോയ് ഉപയോഗിക്കുന്നത്. അതിനുള്ളിൽ കയറി കുറ്റിയിട്ടിരുന്ന അദ്ദേഹത്തിന് സൈലൻസറുള്ള തോക്ക് ഉപയോഗിച്ച് വെടിയേക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള അദ്ദേഹത്തിൻ്റെ അതിവിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനോട് പോലും അങ്ങോട്ട് കടക്കേണ്ടതില്ല എന്ന് സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞിട്ടാണ് മുറിക്കുള്ളിലേക്ക് പോയത് എന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് ഇപ്പോൾ വീട്ടുകാർക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. വീട്ടുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സ്രോതസ്സുകളെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായ ധാരണ ഉണ്ടോ എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇനി ഈ തിരക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിലൂടെ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. മറ്റേതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണോ, പ്രശ്നങ്ങളാണോ, അതോ ആദായ നികുതി റെയ്ഡാണോ അതിൻ്റെ ജീവനെടുത്തത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. നമുക്കറിയാം ഒരുപാട് മലയാളികളായ വ്യവസായികൾക്ക് അവരുടെ നല്ല പ്രായത്തിൽ പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത് കാരണമാണ്. നമ്മൾ ഒറ്റകൊണ്ടത്തിൽ അവർ ഇപ്പോഴും സംവരണത്തിന് ജീവിക്കുകയാണ് എന്ന് കരുതുമ്പോഴും പലരും വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടത്തിലുമൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം സി.ജെ. റോയിയെയും പിന്തുടർന്നിരുന്നോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. അങ്ങനെ ഇത് നമുക്ക് വിലയിരുത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സി.ജെ. റോയ് ഓഫീസിലെത്തിയത് മരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് തന്നെയാണ്.